ഈ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. വളരെ ചെറുപ്പകാലത്തെ കണ്ട ചിത്രമാണെങ്കിൽ പോലും ഇന്നും മനസ്സിൽ നിന്നും മായാതെ നിൽക്കുകയാണ് ആ ഒരു പരിവേഷം. ഈ ചിത്രം വീണ്ടും റീമാസ്റ്ററിംഗിലൂടെ 7.1 ശബ്ദ മികവോടുകൂടി ഡോൾബി അറ്റ്മോസിൽ ഇറക്കുവാൻ തീരുമാനിച്ചതും അപ്രകാരം തന്നെയാണ്. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം മാത്രമാണ്. ഇന്നും യുവതലമുറ വെള്ളിത്തിരയിൽ കാണാൻ ആസ്വദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ആവനാഴി. അതുകൊണ്ട് തന്നെ ജനുവരി 17-ാം തീയതി തിയേറ്ററുകളിൽ മലയാളി പ്രേക്ഷകർക്ക് മുൻപേ എത്തുകയാണ് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ആവനാഴി. അതിനോടനുബന്ധിച്ചാണ് ഇന്നത്തെ പ്രസ് മീറ്റ് പത്രസമ്മേളനം ഇവിടെ നടക്കുവാൻ പോകുന്നത്. ഇതിലേക്ക് എത്തിയിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ മുഖ്യ അതിഥി. എവർക്കും അറിയാം, സാജ് പ്രൊഡക്ഷൻസ്. ഒരു കാലത്ത് അഗ്രപാളികൾ വെളുത്തിരികൾ നമ്മൾ കണ്ടിരുന്ന പേരാണ് സാജ് പ്രൊഡക്ഷൻസ്. നിരവധി ചിത്രങ്ങൾ ആ ഒരു ബാനറിലൂടെ ഇറങ്ങുന്നുണ്ടായി. സാജൻ വർഗീസ് എന്ന നിർമ്മാതാവ് നമ്മുടെ ഈ ചടങ്ങ് മനോഹരമാക്കുവാൻ ഇവിടെ അതിഥിയായിട്ട് എത്തിയിരിക്കുകയാണ്. ആവനാഴിയുടെ നമ്മുടെ 38 വർഷങ്ങൾക്ക് മുമ്പുള്ള ആവനാഴി വീണ്ടും റിലീസാകുമ്പോൾ അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യത്തോടു കൂടിയാണ് ഇതിന്റെ ആദ്യ ചടങ്ങ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. സാജൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.